Welcome to MalayalamPulse.in. CPM-ന് എപ്പോഴാണ് വിശ്വാസം വന്നിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിക്കുക. ശ്രീ KC വേണുഗോപാൽ എല്ലാ കാലത്തും എല്ലാ വർഷവും ശബരിമലയിൽ ദർശനം നടത്തുന്ന ആളാണ്. ഏത് കോൺഗ്രസ് നേതാവിനെ എടുത്താലും അവരെല്ലാം വിശ്വാസികളാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് ഈശ്വര വിശ്വാസമുണ്ടോ, ആരാധനാ വിശ്വാസമുണ്ടോ? അതാണ് അവർ വ്യക്തമാക്കേണ്ടത്. സർക്കാരിൻ്റെ നിലപാടുകളാണ് ശബരിമലയിലെ വിശ്വാസ ആചാര മൂല്യങ്ങളെ ചോദ്യം ചെയ്ത നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഗവൺമെൻറ് ആ സമീപനം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വലിയ വില കൽപ്പിക്കണം, അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന നിലപാട് സ്വീകരിക്കുകയും അതിലെ സമരരംഗത്തേക്ക് വരികയും ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അതിനുവേണ്ടി പദയാത്ര നടത്തി, ജാഥകൾ സംഘടിപ്പിച്ചു, ജനകീയ മുന്നേറ്റങ്ങൾ നടത്തി, സമരങ്ങൾ സംഘടിപ്പിച്ചു. ആ സമരങ്ങളിലെ പലരെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങളാണ്. അവരതിനൊന്നും പരിഹാരമുണ്ടാക്കിയിട്ടില്ല. അതുപോലെ ശബരിമല വിഷയത്തിൽ അവർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറായില്ല. ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. തെറ്റുകൾ അംഗീകരിച്ച് തിരുത്താനാണെങ്കിൽ അതിനുള്ള അവസരമോ സന്നദ്ധതയോ പ്രകടിപ്പിക്കാതെ നടത്തിയ സംഗമത്തോടാണ് കോൺഗ്രസും UDF-ഉം അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. NSS-ഉമായിട്ട് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഏറ്റവും നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങളുമാണുള്ളത്. അവരുടെ എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ സജീവമായിട്ട് തന്നെ പരിഗണിക്കുന്നു. എല്ലാ കാലത്തും NSS-ന്റെ നിലപാട് സമദൂര നിലപാടാണല്ലോ, പ്രഖ്യാപിത നിലപാട്. ആ നിലപാടിൽ നിന്നും വ്യത്യാസമുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. സമദൂരമാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, CPM-ന് എപ്പോഴാണ് വിശ്വാസം വന്നിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിക്കുക. ശ്രീ KC വേണുഗോപാൽ എല്ലാ കാലത്തും എല്ലാ വർഷവും ശബരിമലയിൽ ദർശനം നടത്തുന്ന ആളാണ്. ഇരുമുടിക്കെട്ടുമായിട്ട് പോകുന്നവരാണ്. രമേശ് ചെന്നിത്തല, VD സതീശൻ, K മുരളീധരൻ, ഏത് കോൺഗ്രസ് നേതാവിനെ എടുത്താലും അവരെല്ലാം വിശ്വാസികളാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് ഈശ്വര വിശ്വാസമുണ്ടോ, ആരാധനാ വിശ്വാസമുണ്ടോ? അതാണ് അവർ വ്യക്തമാക്കേണ്ടത്. ആയിഷ പോറ്റി MLA ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ അവരെ സെൻസർ ചെയ്ത പാർട്ടിയാണ് CPM. മത്തായി ചാക്കോ പഴയ MLA മരണപ്പെട്ടല്ലോ. മത്തായി ചാക്കോ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ത്യകുദാശകൾ സ്വീകരിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് താമരശ്ശേരിയിലെ ബിഷപ്പിനെ അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി നികഷ്ടജീവി എന്ന് വിളിച്ചത്. ഇതൊക്കെ തെറ്റാണ്. ദൈവവിശ്വാസം ഉണ്ടെന്ന് CPM സമ്മതിച്ചാൽ അവരുടെ ഈ കാര്യത്തിലെ നിലപാട് കുറെ കൂടി വ്യക്തമാണ്. രമേശ് ചെന്നിത്തലയും കണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. VD സതീശനും അദ്ദേഹത്തിനെ കണ്ടിരുന്നു എന്നാണ് എന്നോട് ഇന്നലെ പാറ്റ്നയിൽ വെച്ച് പറഞ്ഞത്. അതിപ്പോ ഞങ്ങളെല്ലാവരും പാറ്റ്നയിലുണ്ട്. അത് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. എപ്പോഴും കാണാം. മിഷൻ 2025 കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രാവശ്യം വാർഡ് വിഭജനത്തിലാണ് ഒരുപാട് അപാകതകൾ ഉണ്ടായത്. അതിനായിട്ട് മാത്രം ഒരു നിയമ ഭേദഗതി ഗവൺമെൻറ് കൊണ്ടുവന്നു. ആ നിയമ ഭേദഗതി ചർച്ചയില്ലാതെയാണ്, സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പോകാതെയാണ് ആ നിയമം പാസ്സാക്കിയത്. ഗവൺമെൻറ് തിരക്ക് പിടിച്ച് ഏകപക്ഷീയമായിട്ട് വാർഡ് വിഭജനത്തിൽ ഒരുപാട് അശാസ്ത്രീയത ഉണ്ടായിട്ടുണ്ട്. ഒരു മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല. പല പരാതികളും, ഒരു ജില്ലയിലെ മുഴുവൻ പരാതികളും ഒരു ദിവസമാണ് കേട്ടത്. പെൻസിലോട്ട് അഴിഞ്ഞെടുത്തത്. ഒരു പഞ്ചായത്തിൻ്റെ പരാതി കേൾക്കാൻ 2 മിനിറ്റാണ് അനുവദിച്ചത്. അന്വേഷണത്തിന് വെച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ഏകപക്ഷീയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. വാർഡുകൾ വികൃതമായിട്ട് വെട്ടിമുറിച്ചു. വോട്ടർ പട്ടികയിൽ വലിയ കൃത്രിമങ്ങളുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ എന്താണോ നടന്നത് അതേപോലെ തന്നെ അനർഹരെ പട്ടികയിൽ ചേർത്തു. വാർഡിൻ്റെ അതിർത്തികൾ മാറ്റി ചേർത്തു. അർഹരായവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇതിനെല്ലാം UDF-ന്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചെറുത്ത് നിന്നിട്ടുണ്ട്. പരമാവധി തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ നല്ല നിലയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട്. ഇനി സംവരണ വാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷൻ്റെ ഡേറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും. ഈ ശബരിമല വിഷയം
എല്ലാ നേതാക്കന്മാരുമായിട്ട് നല്ല സൗഹൃദമല്ലേ. ഈ മറ്റൊരു വിഷയം, കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നലെ മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ മൗനാനുഭവത്തോടെ തന്നെയാണോ രാഹുൽ സ്പീക്കർ എന്തായാലും സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഈ പാലക്കാട് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി ഒരുക്കട്ടെ എന്നുള്ളതാണ്. ഞാൻ കേട്ടില്ല, കണ്ടില്ല, നോക്കാം. Thank you.